ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഈ ഇടയായിട്ട് കേൾക്കുന്ന എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാണ്, മികച്ച ജോലി ലഭിക്കും, മികച്ച വരുമാനം ലഭിക്കും എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇതിന് പുറകിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നുള്ളത് എഡ്യൂഫ്ലെയർ ലേണിംഗ് സൊല്യൂഷൻസിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് KM റോയ് സാറാണ്. വെൽക്കം സർ. താങ്ക് യു. ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണോ? ജർമ്മനിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വരുമാനം മാത്രമല്ല, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ലോകത്തിൽ ഏറ്റവും അധികം കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി. അതായത് നമുക്ക് അവിടെ പോയി ജീവിക്കുമ്പം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കുന്ന രാജ്യമാണ് ജർമ്മനി. എനിക്ക് ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്? ഏതൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റിനും ജർമ്മനി ചെന്നാൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആ രാജ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല സ്ട്രീമിൽ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ജർമ്മനി പോകാൻ വേണ്ടി പറ്റും, ഫ്രീ ആയിട്ട് പഠിക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ജർമ്മനി പോകാൻ വേണ്ടി പറ്റും, ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതും ഇംഗ്ലീഷ് മീഡിയത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതേസമയത്ത് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിൽ നമുക്ക് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കടക്കം പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ജർമ്മൻ ലാംഗ്വേജ് B2 ലെവലിൽ പഠിച്ച് പാസ്സാവുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് അവരുടെ +2 മാർക്ക് എത്രയാണെന്നുള്ളതില്ലാതെ പോകാൻ വേണ്ടി സാധിക്കും.